പൂക്കി എന്നൊക്കെ വിളിച്ചുകൊണ്ടിരുന്ന പിള്ളേര് കയറി പോടാ എന്ന് വിളിപ്പിക്കരുത്. കാരണം ഇത്തരം ലിസ്റ്റുകൾ പുറത്തു വിടാതിരിക്കാനുള്ള മിനിമം പണിയെങ്കിലും നമ്മുടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ഇത് മുഖ്യമന്ത്രിക്ക് മുന്നിൽ വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി തന്നെ ഇതെന്താണ് എന്ന് ചോദിക്കും. കാരണം ഈ 18 തരം മോഡിഫിക്കേഷൻ കേട്ടപ്പോൾ നമുക്ക് തന്നെ മുഖത്തോട് നോക്കിയാൽ ചിരി വരുന്ന അവസ്ഥയാണ്. ഫ്ലോറിൽ മാറ്റിടാം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ ഇതിനകത്തുണ്ട്. അതായത് ഇത് കുട്ടികൾ ഇത് വാഹനപ്രേമികളെല്ലാം ധരിച്ചിരുന്ന എന്തോ വലിയ ഇളവുകൾ കിട്ടും. ഇപ്പൊ അവസ്ഥ എന്താന്ന് പറഞ്ഞാൽ മല എലിയെ പ്രസവിച്ചതെന്നൊക്കെ പറയത്തില്ലേ, അതുപോലത്തുള്ള അവസ്ഥയിലാണ് ഈ ലിസ്റ്റ് കണ്ടപ്പം എല്ലാവരും സ്റ്റിക്കർ മാറ്റാന്നുള്ളത് മാത്രമാണ് അവർക്ക് കുറച്ചെങ്കിലും ചില ആശ്വാസം. അതിനൊക്കെ തന്നെ അനുമതി വേണം എന്നൊക്കെ കുറെ വ്യവസ്ഥകളൊക്കെ വെച്ചിട്ടുണ്ട്. സ്പീക്കർ വെക്കുന്നത് ഒരു സംഗതിയല്ലേ, അത് അകത്ത് വെക്കുന്ന കാര്യം. ഇതൊക്കെ പക്ഷെ ഇതിനകത്ത് പലതും ഉണ്ടല്ലോ. ഈ ആളുകൾ ഇപ്പൊ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെയാണ്. അതിന് അനുമതി ഉണ്ടോ എന്നതൊക്കെ രണ്ടാമത്തെ പ്രശ്നമാണ്. പിന്നെ ഇപ്പം ഈ ഇന്നത്തെ ലിസ്റ്റ് കണ്ടപ്പോൾ ഇതൊരു വൻ കണ്ടുപിടുത്തമൊന്നുമില്ല. ഇത് തയ്യാറാക്കിയ ഉദ്യോഗസ്ഥർക്കോട് നമുക്കൊരു കാര്യം പറയാനുള്ളൂ. ഒരു കാര്യം നടക്കില്ലെന്ന് വെടിപ്പായി ഭരണാധികാരികളുടെ മുഖത്ത് നോക്കി പറയാനാണ് ഉദ്യോഗസ്ഥർ തയ്യാറാവേണ്ടത്. അല്ലാതെ ഇതുപോലെ തട്ടിക്കൂട്ടി ലിസ്റ്റും ഒക്കെ ആയിട്ട് വന്നിട്ട് പറയാതിരിക്കുന്ന. ഇപ്പം സോഷ്യൽ മീഡിയ കഴിഞ്ഞ ദിവസം ഇന്ന് ഇത് കണ്ടപ്പോൾ ഒരാളിട്ടിരിക്കുന്ന കമന്റ് ഉണ്ട്, വണ്ടി കഴുകാനും അനുമതി ഉണ്ടെന്ന് കൂടി ഈ ലിസ്റ്റിൽ ചേർത്ത് വെക്കാതിരുന്നത് മഹാഭാഗ്യമാണെന്ന്. ഏതാണ്ട് ആ അവസ്ഥയിലുള്ള ഒരു ലിസ്റ്റാണ്. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. യാഥാർത്ഥ്യ ബോധത്തിലേക്ക് വന്ന അത് വി.ഡി. സതീശൻ കൂടി മനസ്സിലാക്കേണ്ടതാണ്. 1986 മോട്ടോർ വാഹന നിയമം വകുപ്പ് 52 പറയുന്നത് വാഹന നിർമ്മാതാക്കൾ അനുവദിക്കുന്നതിന് അപ്പുറമുള്ള ഒരു മോഡിഫിക്കേഷനും പറ്റില്ല എന്നുള്ളതാണ്. ഇത് ഹൈക്കോടതികളും സുപ്രീം കോടതിയും അടക്കം അംഗീകരിച്ചതാണ്. സംസ്ഥാന സർക്കാർ മുമ്പ് നമ്മൾ തന്നെ രൂപമാറ്റവുമായി ബന്ധപ്പെട്ട് ചില സർക്കുലറുകൾ ഇറക്കിയിരുന്നു. അത് സംബന്ധിച്ച് അതിനെ അംഗീകരിച്ചുകൊണ്ട് MVDയുടെ സർക്കുലർ അംഗീകരിച്ചുകൊണ്ട് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു. പക്ഷേ 2019 സുപ്രീം കോടതി അതെടുത്ത് തോട്ടിക്കളഞ്ഞു. ഞാൻ കഴിഞ്ഞ തവണ ഇതേ വിഷയം എടുക്കുമ്പോൾ പറഞ്ഞിരുന്നു, മൂന്നാറിൽ ഡബിൾ ഡെക്കർ ബസ്സിന് ഹെഡ്ലൈറ്റ് വെച്ചിട്ട് ഹൈക്കോടതി ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് പറ്റില്ല, ഒരു ഒറ്റ ഹെഡ്ലൈറ്റ് വെച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇങ്ങനെ ആ കേന്ദ്ര മോട്ടോർ വാഹന നിയമം ചട്ടം 52 മറികടക്കാൻ സംസ്ഥാനങ്ങൾക്ക് കഴിയില്ല.